പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പഴയകാല ഹീറോ മോഹൻ്റെ സിനിമകളെ കുറിച്ചാണ്. മോഹൻ്റെ സിനിമകളെ കുറിച്ച് അധികം ആൾക്കാർക്ക് അത്ര അറിയില്ലല്ലോ ഇന്നത്തെ കാലത്ത്. മോഹൻ അന്ന് ഒരു കുറഞ്ഞ പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ അതിനെല്ലാം ഒന്നുകിൽ നായകനായിരിക്കും, അല്ലെങ്കിൽ നായകനോളം പ്രാധാന്യമുള്ള റോളായിരിക്കും. അല്ലാതെ സോമൻ, സുകുമാരൻ, ജയനൊക്കെ അഭിനയിക്കുന്ന പോലെ ചെറിയ ചെറിയ റോളൊന്നും അഭിനയിക്കില്ല. സോമൻ, സുകുമാരൻ, ജയനെല്ലാം കിട്ടിയ റോളിൽ അഭിനയിക്കും. ഒരു 4 സീനാണെങ്കിൽ 4 സീൻ അങ്ങനെ അഭിനയിക്കും. പക്ഷെ മോഹൻ അങ്ങനെ അഭിനയിക്കില്ല. മോഹൻ ഒന്നുകിൽ നായകനായിരിക്കണം, അല്ലെങ്കിൽ നായകനോട് പ്രാധാന്യം. മോഹൻ്റെ ആദ്യത്തെ പടം പണിമുടക്ക്. പണിമുടക്കിൽ മതിച്ചേട്ടനാണ് നായകൻ. പക്ഷെ നായകനോട് പ്രാധാന്യമുള്ള റോളാണ് മോഹൻ്റെ. കാരണം ഒരു മുതലാളിയായിട്ട് സിനിമ തുടങ്ങി അവസാനം വരെ മോഹനുള്ള കഥാപാത്രം. അതിൽ മോഹൻ പേരെടുക്കുന്നു ഫസ്റ്റ് പടത്തിൽ തന്നെ. പിന്നെ രണ്ടാമത്തെ പടം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ കൂടെ നെല്ലിൽ രാമുകാരിയായിട്ടുണ്ട്. അതിൽ നല്ലൊരു കഥാപാത്രമാണ്, നല്ല മല്ലെന്നുള്ള കഥാപാത്രം. ജയഭാരതിയുടെ കാമുകനായി. നെല്ല് അന്നത്തെ കാലത്ത് ഒരു ചർച്ചാ വിഷയമായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും നെല്ലിനെക്കുറിച്ച് വലിയ ചർച്ചയാണ്. രാമുകാരിയാട്ടിൻ്റെ പടമായതുകൊണ്ട് നോക്കുമ്പോൾ പടം അത്ര വലിയ വമ്പനിട്ടൊന്നും ആയിട്ടില്ല. വരുന്നതിന് മുമ്പ് ഭയങ്കര, നെല്ല് റിലീസാകുന്നതിന് മുമ്പ് ഭയങ്കര ചർച്ചയുണ്ടായിരുന്നു നെല്ലിനെക്കുറിച്ച്. നിരൂപകരിലും നെല്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല പാട്ടുണ്ട് മോൻ. നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ എന്നുള്ള പാട്ട്. പിന്നെ നെല്ലിന് ശേഷം വരുന്ന ചട്ടക്കാരി. ചട്ടക്കാരി കേസ് ഏതുമാണ് എൻ്റെ പടം. അത് കളർ ഫിലിമാണ്, നെല്ലും കളർ ഫിലിമാണ്. പണിമുടക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ചട്ടക്കാരി സൂപ്പർ ഹിറ്റായി. പിന്നെ ചട്ടക്കാരി മോഹൻ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടല്. ലക്ഷ്മിയുടെ കൂടെ അധികം കൂട്ടുകെട്ടിൽ. പിന്നീട് മോഹൻ ലക്ഷ്മി ഒരു കൂട്ടുകെട്ട് വരാൻ തുടങ്ങി. പിന്നെ വന്നത് പ്രിയംവദ. മുരളീഗാനത്തിൻ കല്ലോലിനി മധുര സ്വരരാഗമന്ദാകിനി. ഇപ്പം മോഹന് സ്ഥിരം ഓഡിയൻസ് ഉണ്ട്. ഈ കോളേജ് വിദ്യാർത്ഥികൾ അങ്ങനെയെല്ലാം ആയിട്ട് മോഹൻ അങ്ങനെ കണ്ടമാനോ ഈ പടത്തിൽ അഭിനയിക്കാത്ത നടനല്ലേ, ഇടക്കിടക്കല്ലേ വരുള്ളൂ മോഹൻ്റെ പടം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവർക്കും മോഹൻ്റെ പടം അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. പ്രിയംവദയിൽ ഒരു ആവറേജ് പടമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വിൻസെൻ്റ് ഉണ്ടായിരുന്നു ഉപനായകനായിട്ട്. പിന്നെ സ്ത്രീ ജന്മം എന്ന് പറഞ്ഞൊരു പടം കഴിച്ച്, അതും ഹിറ്റായിട്ടില്ല. മോഹൻ്റെ വലിയ പോസ്റ്ററിലുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം. പിന്നെ സരിത എന്ന് പറഞ്ഞിട്ടൊരു പടം. അതിൽ മോഹനാണ് നായകൻ, മധു ഒരു ഉപനായകനാണ്. മോഹൻ നല്ല പാട്ടിലുണ്ടായിരുന്നു. മഴ തുള്ളി തുള്ളി നൃത്തമാടി വരും വാനിൽ വർഷമേഘങ്ങൾ എന്നെല്ലാം പറഞ്ഞ പാട്ട്. അതിലൊരു വർക്ക്ഷോപ്പിൽ തൊഴിലാളിയായിട്ടാണ്. അങ്ങനെ ഒരു കേസിനെല്ലാം കുടുങ്ങിപ്പോകുന്നതാണ്. പടം ഹിറ്റായില്ല. ഒരാഴ്ച മറ്റേ കളിച്ച് ഞാൻ കണ്ടിരാ പടം. അത് അത്ര പോരാ. പിന്നെ തീക്കനിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. മധു ചേട്ടൻ്റെ കൂടെ തുല്യ റോളിൽ തന്നെ, ഉപനായകനല്ല തുല്യ റോളിൽ തന്നെ. അത് സൂപ്പർ ഹിറ്റായി. പിന്നെ വന്നത് സ്നേഹ യമുന എന്ന് പറഞ്ഞൊരു പടം, മോഹൻ ലക്ഷ്മി. അതിൽ MG സോമനാണ് അതിൽ പിന്നെ വില്ലൻ, മെയിൻ വില്ലൻ. സോമേട്ടന് ഒരു അവാർഡെല്ലാം, സ്റ്റേറ്റ് അവാർഡെല്ലാം കിട്ടിയ ശേഷം വന്ന പടമാണ് അത്. അപ്പോൾ സിനിമ ടൈറ്റിൽ കാണിക്കുമ്പോൾ 76 ഏറ്റവും മികച്ച സംസ്ഥാന അവാർഡ് കിട്ടിയ MG സോമൻ എന്ന് പറഞ്ഞിട്ടാണ് പേര് കാണിക്കുന്നത്. പക്ഷെ പടത്തിൽ വില്ലനാണ്, മോഹനാണ് നായകൻ. മോഹനും ലക്ഷ്മി നായകന്മാർ. പിന്നെ ഒരു പടം അഗ്നി നക്ഷത്രം. അതിൽ മോഹൻ, ലക്ഷ്മി, സോമനുണ്ട് വലിയ പടത്തിലും, മോഹൻ്റെ പടത്തിൽ. പിന്നെ പ്രതീക്ഷ എന്നിട്ട് പടം വന്നു. അതിലും മോഹനാണ് നായകൻ. MG സോമൻ ഇതായിവിടെവരെല്ലാം കഴിഞ്ഞിട്ട് വന്ന പടമാണ് അത്. എന്നിട്ട് മോഹൻ്റെ പടത്തിൽ അതിൽ ഒരു കഥാപാത്രം, നായകൻ മോഹൻ. മധു ഉണ്ട് അതിൽ. മധു സോമനെല്ലാം കഥാപാത്രങ്ങളും, മോഹൻ നായകൻ. അതായത് പറഞ്ഞു, മോഹൻ അങ്ങനെ ചെറിയ ചെറിയ റോളിൽ അഭിനയിക്കില്ല. ഒന്നുകിൽ നായകൻ അല്ലെങ്കിൽ നായകനോട് പ്രാധാന്യം. അത് നല്ല പാട്ടുണ്ട്. ഓർമ്മകളെ കൈവള ചാർത്തി എന്നുള്ള പാട്ട് മോഹൻ പാടുന്നത്. പിന്നെ പ്രയാണം എന്ന് പറഞ്ഞിട്ട് ഭരതൻ്റെ ഒരു പാടും, ക്ലാസിക് മൂവി എന്നുള്ള പാട്ട് വന്നതാണ്. തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിരുന്ന പാടം. ഞാൻ ഒരു 10 മിനിറ്റ് കണ്ട് ഞാൻ ഇറങ്ങിപ്പോയി ആ പടം കണ്ടിട്ട്. ഒന്നുമില്ല, ഒരു കാട്ടിൽ നിന്ന് കൊട്ടാരക്കരയും മറ്റേതെല്ലാം ഇങ്ങനെ ആർട്ട് ഫിലിം പോലത്തെ ഒരു പടം വരുന്നുണ്ട്. അത് പിന്നെ മോഹൻ ലക്ഷ്മി, അത് മോഹൻ ലക്ഷ്മിയാണ്. പിന്നെ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, അതിൽ മോഹൻ ശീലയാണ്. അത് ഒരു നല്ലൊരു നിരൂപകരുടെ പ്രശംസ നേടിയ പടമാണത്.
ഷീല ജീവിക്കാൻ മറന്ന സ്ത്രീയായിട്ട് ഷീല. പിന്നെ തമിഴ് നടനുണ്ട് ശിവാജിയെ പോലത്തെ തടിച്ചൊരു നടൻ, വീരസ്വാമി അങ്ങനെ എന്തോ പേര്, നടൻ്റെ പേര് എന്തോ ഒരു സ്വാമിയാണ്, രാമസ്വാമി. അയാൾ നല്ല കഥാപാത്രം, VK രാമസ്വാമി അയാളുടെ പേര്. പിന്നെ പാൽക്കടൽ എന്നൊരു പടം കഴിച്ച്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മോഹൻ നായകൻ, രാഘവ ഉപനായകൻ, സോമേട്ടൻ വില്ലൻ. അധിക പടത്തിൽ സോമേട്ടനുണ്ടാവും മോഹൻ്റെ പടത്തിൽ. അത് ഫ്ലോപ്പ് പടം പാൽക്കടൽ. പിന്നെ സർവേക്കൽ എന്ന് പറഞ്ഞു, വന്നതും പോയതും അറിയില്ല, മോഹൻ്റെ പടം തന്നെ. അതിൽ നല്ല പാട്ടുണ്ട്, മന്ദാകിനി വനമന്ദാകിനി മഞ്ജുള മധുവാണി, അങ്ങനെയല്ല തെറ്റാന്ന് ഇപ്പോൾ വേറെന്തോ വരികളെല്ലാം പറയാം. അത് ഇന്നത്തെ കാലത്ത് സ്ഥിരമായിട്ട് റേഡിയോയിൽ കേൾക്കുന്ന പാട്ടാണ്. അത് സർവേക്കെല്ലാം തോന്നുന്നുണ്ട്. പിന്നെ ഇതെല്ലാം അന്നത്തെ കാലത്ത്. പിന്നെ ഒരു കായലും കയറും, KS ഗോപാലകൃഷ്ണൻ്റെ, അതിലാണ് പിന്നെ നല്ല നല്ല പാട്ടുണ്ട്. ചിത്തിര തോണിയിലക്കരെ പോകാൻ എത്തിടാമോ പെണ്ണ്, മോഹൻ്റെ ഒരു തോണി കഴിഞ്ഞിട്ട് വരുന്നത്. അതിലാണ് മോഹൻ ആദ്യമായിട്ടില്ല, മോഹൻ അധികം നല്ല പാൻറ്റും ഷർട്ടിൽ ഇട്ടിട്ട് അഭിനയിക്കും. പക്ഷേ 2 പടത്തിൽ നെല്ലിൽ ഒരു ആദിവാസിയായിട്ട്, കായലും കയറിലും ഒരു ലുങ്കിയെല്ലാം എടുത്തിട്ടാണ്. അങ്ങനെ ലുങ്കി എടുത്തിട്ടൊന്നും മോഹനെ കാണൂല. മോഹൻ നല്ല പാൻറ്റ് നല്ല ഷർട്ടെല്ലാം ആയിരിക്കും. അതാത് കാലത്ത് ഇറങ്ങുന്ന നല്ല ലേറ്റസ്റ്റ് ഷർട്ട്, നല്ല ഡിസൈനിലുള്ള പുതിയ ഫാഷൻ ഇറങ്ങും, മോഹൻ അങ്ങനത്തെ ഷർട്ടെല്ലാം ഇട്ടിട്ട് അഭിനയിക്കും. നല്ല ഡ്രസ്സിങ്ങിൽ നല്ല ഒരു പിന്നെ ഡ്രസ്സിങ്ങിന് മുൻഗണന കൊടുക്കുന്ന ഒരു നടനാണ് മോഹൻ. സ്റ്റൈലിൽ അഭിനയിക്കണം. ഇതെല്ലാം മോഹൻ്റെ അന്നത്തെ കാലത്ത്. പിന്നീട് മോഹൻ ഈ വയസ്സായ സമയത്ത് മമ്മൂട്ടിൻ്റെ പടത്തിൽ ചെറിയ റോളെല്ലാം അഭിനയിച്ച്, മറ്റേ ഇതിലല്ലോ, ദാദാ സാഹിബിലല്ല. മോഹൻ്റെ നല്ല സമയത്ത് മോഹൻ നായകനായിട്ട് അഭിനയിക്കും, ഇല്ലെങ്കിൽ നായകനോളം പ്രാധാന്യമുള്ളൂ. അതേപോലെ കാന്തവലയത്തിൽ ജയൻ്റെ കൂടെ തുല്യ പ്രാധാന്യമുള്ള റോളാണ്. അതിൽ ജയൻ നായകനാണെങ്കിലും നായകനേക്കാളും കൂടുതൽ റോളുള്ളത്, പിന്നെ കുറേ സീനുള്ളത് മോഹനാണ്, മോഹനും സീമക്കും. ജയനെ പിന്നെ അത് ഇടക്കിടക്കല്ലേ കാണിക്കുന്നുള്ളൂ. ജയൻ ഫുൾ ടൈം ഇല്ലാതെ ജയനെ കാണിക്കുന്നതിന് കുറേ സമയം കഴിഞ്ഞിട്ട്. തുടക്കം മുതൽ അവസാനം വരെയുള്ള മോഹനാണ്. ലാസ്റ്റ് മോഹനെ വെടിവെച്ച് കൊല്ലുന്നു ജയന്. അങ്ങനെയുള്ള നല്ലൊരു റോളാണ് മോഹൻ, നായകനോളം പ്രാധാന്യമുള്ള റോൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു.